ഓക്കെ. പാസ്റ്റർ അമേരിക്കയിലാണ് സെറ്റിൽ ആയെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്ര ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് ഇത്രയും അനുഭവങ്ങൾ കൂടി കടന്നുപോയിട്ടും ഇപ്പോഴും ഈ പറഞ്ഞ ആ, മനുഷ്യനെ ദൈവം മണ്ണ് കുഴച്ചുണ്ടാക്കി എന്നുള്ള കഥയിൽ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അതോ സയൻസ് പറയുന്നത് പോലെ പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഏതാണ് വിശ്വസിക്കുന്നല്ല, ഏതാണ് അംഗീകരിക്കുന്നത്? മണ്ണ് കുഴച്ചെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ മണ്ണ് കുഴച്ചോ എന്നുള്ള ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഈ സയൻസ് പരിണാമ സിദ്ധാന്തം പറയുന്നതിനെ പറ്റി എനിക്ക് അത്ര വലിയ അറിവില്ല. പരിണാമ സിദ്ധാന്തത്തെ പറ്റി സത്യമായിട്ടും ഇല്ല. പിന്നെ ഞാൻ ഈ അമേരിക്ക വന്നെന്ന് പറഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് എക്സ്പോഷർ ഒന്നുമില്ല. ഞാനിവിടെ അടുത്ത് ഈ മലയാളി കടയിൽ പോയി ഇച്ചിരി മീൻകറിയും തോരനും ഒക്കെ മേടിച്ച് ഇവിടെ വന്ന് കഴിച്ചേച്ച് ഇവിടെ കിടന്ന് ഉറങ്ങുന്ന എനിക്ക് എന്നാ എക്സ്പോഷർ കിട്ടണം? ഞാൻ കൂടുതൽ സമയം മലയാളികളോടല്ലേ ഇടപെടുന്നത്. നിങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് എനിക്ക് അറിവ് കിട്ടുന്നത്. എനിക്ക് അത്രേ അറിവൊക്കെ ഉള്ളൂ. താമസിക്കുന്ന അമേരിക്കയിലാണെന്നേ. അതുകൊണ്ട് ഈ അടുത്ത ആഴ്ച കഴിഞ്ഞ ആഴ്ച ഇവിടെ മോഡി വന്നു, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് വന്നു. ഞാൻ അറിഞ്ഞു പോലുമില്ല. ഇന്നൊരാൾ ചോദിച്ചു മോഡി വന്ന് അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല, അത് ന്യൂയോർക്കിൽ എങ്ങാണ്ടല്ലേ വന്നേ. അയ്യോ അല്ല, നിങ്ങളുടെ അടുത്താ വന്നേ. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ അത്രേ അറിവേ എനിക്കുള്ളൂ. ഞാനിതൊന്നും അന്വേഷിക്കാറില്ല. ഇവിടുന്ന് ഞാൻ സാധാരണ മീൻ മേടിക്കാൻ വേണ്ടി പോകും. അപ്പൊ അവിടെ പോയി മീൻ മേടിച്ചിട്ട് വരുമ്പോ നാസ കാണാം. നാസയുടെ വാതക്കലാണ് ഞാൻ മീൻ മേടിക്കുന്നത് എന്നല്ലാതെ അവിടെ നാസായി കയറി കാര്യങ്ങൾ തിരക്കൊന്നുമില്ല. അപ്പം നാസയുടെ അടുത്തൂടെ മിക്കവാറും ഞാൻ വണ്ടി ഓടിച്ച് പോകാറുണ്ട്. മീൻ മേടിക്കുക എന്നുള്ളതാണ്. പച്ചമീൻ മേടിച്ചുകൊണ്ട് വന്ന് നല്ല പിടയ്ക്കുന്ന മീൻ ബോട്ടയിൽ നിന്ന് ഈ നാസയുടെ വാതക്കൽ ഇറക്കും. അപ്പൊ അവിടുന്ന് മേടിക്കും. അപ്പൊ ഞാൻ മീൻ നോക്കി നിൽക്കുമ്പോൾ നാസ കാണാം, തിരിച്ചു പോരുമ്പോഴും നാസ കാണാം. അതുകൊണ്ട് എനിക്ക് വിവരം വർദ്ധിക്കുന്നൊന്നുമില്ല. അത് തെറ്റിദ്ധാരണ കേട്ടോ. ഞാൻ അതിന്റെ വാക്കുകൂടെ ട്രൈ ചെയ്യാറുണ്ട്. ഓക്കെ, താങ്ക് യു മിസ്റ്റർ, താങ്ക് യു. അടുത്ത സാക്ഷി എനിക്ക് ഓക്കെ, താങ്ക് യു. ശിവ പാസ്റ്റർജി, താങ്കള് എന്നെ കേൾക്കാനില്ല, ഇടയ്ക്ക് റെഡ് കൺ. ഓക്കെ, കേൾക്കാം. താങ്കള് ഒരിക്കലും വിശ്വാസം വിട്ടു എന്ന് പറയുന്നത് കേട്ടിരുന്നു. എനിക്ക് ഉറപ്പൊന്നുമില്ല. അപ്പൊ താങ്കള് ഈ യുക്തിവാദികളുടെ ഇടയിലേക്കോ അവിടെ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമോ എന്ന് താങ്കൾ ചോദിച്ചായിട്ട്, അപ്പൊ അങ്ങനെ താങ്കൾ അങ്ങനെ ഒരു സമയത്ത് താങ്കൾ അങ്ങനെ ചിന്തിച്ചിരുന്നു? അയ്യോ, അങ്ങനെ എനിക്ക് ഒരു ഓർമ്മയില്ല കേട്ടോ. യുക്തിവാദികളുടെ ഇടയിൽ എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അല്ല, യുക്തിവാദി ആയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അങ്ങനെ എന്തെങ്കിലും ചിന്ത താങ്കൾക്ക് പോയിരുന്നോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇല്ല. എനിക്കങ്ങനെ ഈ മരിക്കാനൊന്നും പേടിയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് പ്രൊട്ടക്ഷനെ പറ്റി ഞാൻ ചിന്തിക്കാറേ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്റെ ഈ ചുരുങ്ങിയ കാലത്തിനിടയില് വളരെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളവരൊക്കെ മരിച്ചു പോയിട്ടുള്ള, ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ വ്യഗ്രത കാണിച്ചിട്ടുള്ളവർ മരിച്ചു പോയിട്ടുള്ളതും. എന്തിന് നമ്മുടെ ഇന്ദിരാഗാന്ധി പോലും സംരക്ഷകരല്ലേ വെടിവെച്ച് വന്നേ. അപ്പൊ എന്ത് പ്രൊട്ടക്ഷനാ? അങ്ങനെ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയുന്നത് വെറും മിഥ്യയാണ്, ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. നമുക്കങ്ങനെ നമ്മളെ തന്നെ സംരക്ഷിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. സമയമാകുമ്പം ദൈവം വിളിക്കും, അന്നേരം അങ്ങോട്ട് പോവുക, അത്രേ ഉള്ളൂ. അതിനകത്ത് സമയത്തിന് മുമ്പ് നമ്മളെ തൊടാൻ ആർക്കും പറ്റില്ല. അതിന് എത്ര കൊടി കെട്ടിയ വില്ലാതെ നിരൂപിച്ചാൽ പോലും നമ്മളെ കൊല്ലാൻ പറ്റത്തില്ല. തലനാരിലേക്ക് ആ ഉണ്ട അതുവഴി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് സമയമാകുമ്പോൾ തട്ടിപ്പൊക്കോളും. അതിനകത്ത് പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ്റെ ഒന്നും കാര്യമില്ല. പ്രൊട്ടക്ഷൻ ഒന്നും വെറുതെ സമയം കളയല്ല കേട്ടോ, മെനക്കെടല്ലേ. സാക്ഷി ഇനി പ്രൊട്ടക്ഷൻ വല്ലതും വെച്ചിട്ടുണ്ട് അവരെ പിരിച്ചുവിടുക, വെറുതെ കാശുകളെയാണ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പറ്റുമോ മിസ്റ്റർ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. അതായത് താങ്കൾക്ക് പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട, താങ്കൾ ദൈവം വിളിക്കുമ്പോഴേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ താങ്കൾക്ക് ഉറപ്പാണ് താങ്കൾ മരിക്കൂല എന്നുള്ളത്. ഇപ്പൊ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ചോദ്യം എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ബുള്ളറ്റ് ട്രെയിനിന്റെയോ അല്ലെങ്കിൽ സാധാരണ ട്രെയിനിന്റെയോ ഒക്കെ സ്റ്റോപ്പ് ഇല്ലാത്ത ആ ട്രെയിനിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ദൈവം വിളിക്കുന്നതിന് മുന്നേ പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ പോയി തല വെച്ചാലോ മുന്നിൽ നിന്നാലോ മരിക്കൂല എന്ന് ഉറപ്പുണ്ടോ? അത് യേശുക്രിസ്തുവിനോട് പരീക്ഷകൻ ചോദിച്ചാ നിനക്ക് മുകളിൽ താഴോട്ട് ചാടാം. യേശു പറഞ്ഞു എനിക്ക് എന്നെ തലയ്ക്ക് ഓണം വല്ലുണ്ടോ? അല്ല, ഇതെന്തിനാ ഇപ്പൊ ഞാൻ ട്രെയിനിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നേ? ഇതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് ദൈവം സംരക്ഷണം തരുന്നതിനോടൊപ്പം വിവേകവും തന്നിട്ടുണ്ട്. ദൈവദത്തമായ വിവേകമാണ് എനിക്കുള്ളത്. അവിടെ പോയി നിന്ന പണി കിട്ടും, അവിടെ നിൽക്കണ്ടെന്ന് ദൈവം എന്നോട് പറയുമ്പോ പിന്നെ ഞാൻ ബുള്ളറ്റ് ട്രെയിനിന് മുമ്പിൽ പോയി നിൽക്കണോ? ഭയങ്കര ലോജിക്കാ സാക്ഷിയുടെ. ഓക്കെ, എനിക്ക് തൃപ്തിയായി. എനിക്ക് വേണ്ട ഒക്കെ കിട്ടി. വിദ്യനോടെ ചോദിച്ചോ. ഓക്കെ, ഞാനൊരു ചെറിയ ചോദിച്ചു. എന്റെ ഒരു ചോദ്യം, വളരെ ദശകങ്ങളായിട്ട് കേരളത്തിന്റെ ഒരു സാമൂഹിക അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കാലങ്ങളായി കേട്ടുവരുന്ന ഒരു കേസാണ് ഈ യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കം. ഇപ്പോൾ യേശുവിന്റെ ഒരുപാട് പഠിപ്പിക്കലുണ്ട്. നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക തുടങ്ങിയ ഒട്ടനവധി വചനങ്ങളുണ്ട്. പരസ്പര സ്നേഹത്തിനെ കുറിച്ച് ഇത്രമാത്രം പറയുന്ന യേശുവിന്റെ പിൻഗാമികളായിട്ടുള്ള രണ്ട് സഭക്കാർ തമ്മിലുള്ള അടി
കോടതികൾ പോലും പലവട്ടം ഇടപെട്ടിട്ടും ഇന്നും അതൊരു ശാശ്വത പരിഹാരമാകാതെ നിലനിൽക്കുന്നതിന്റെ കാരണം എന്തായിരിക്കാം? അഥവാ ശുഭുച്ചാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ എന്ത് ഫോർമുല ആയിരിക്കാം അതിന്റെ ഒരു ശാശ്വത പരിഹാരത്തിന് നിർദ്ദേശിക്കാനായിട്ടുള്ളത്? അത്രയാണ്. യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിന്റെ ഈ സത്യത്തിൽ ഒരു സഭയായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഓർത്തഡോക്സ് വിഭാഗം പാത്രിയർക്കീസിന്റെ നേതൃത്വം അംഗീകരിക്കാതെ അവർക്ക് സ്വതന്ത്ര സഭയാകണമെന്ന് പറയുന്നു. അതിന് രണ്ട് പരിഹാരമുണ്ട്. ഒന്നുകിൽ പാത്രിയർക്കീസിന്റെ നേതൃത്വം അന്വേഷിച്ച് അവർ ഒരു സഭയാകുക, അല്ലെങ്കിൽ മാർത്തോമ സഭയൊക്കെ മാറിയതുപോലെ അവർ വേറൊരു സഭയായിട്ട് അവർ നിൽക്കുക. വഴക്കൊഴിവാക്കാന്നുള്ളതേ ഉള്ളൂ. അത് നിസാരമായ ഒരു പരിഹാരമാണ്. ഇവർ വെറുതെ വെച്ച് നീട്ടുന്നതാണ്. മറ്റുള്ളവന്റെ സ്വത്തൂടെ പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരും ജീവിക്കാൻ അനുവദിച്ചാൽ മതി. രണ്ടായിട്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാം. അത്രേ ഉള്ള അതിന്റെ വിഷയം. ഒരു കോംപ്ലിക്കേറ്റഡ് വിഷയം. പക്ഷെ എന്നെ പലപ്പോഴും മണ്ടടിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പാസ്റ്ററിന്റെ ഓർമ്മ എന്ന് പറയുന്നത്. പാസ്റ്റർ, എനിക്ക് തോന്നുന്നത് പാസ്റ്റർ ജനിച്ച് വീണത് മുതലുള്ള സംഭവങ്ങൾ പാസ്റ്ററിന് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതെങ്ങനെ പാസ്റ്റർ ഈ മെമ്മറി ഇത്ര പാസ്റ്ററിന്? വല്ല മരുന്നുവെല്ലാം കഴിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ? ബ്രഹ്മി കഴിക്കുന്ന ബ്രഹ്മി, സന്തോഷ് ബ്രഹ്മി. ഹാപ്പി ടു സീ യു പാസ്റ്ററെ. ഈ ഒരു പ്രോഗ്രാമിൽ കാണാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും റെക്കോർഡ് കേട്ടോളാം. അതിന്റെ ഇടയിൽ കുറച്ച് അത്യാവശ്യങ്ങളായി പോയി. ഞാൻ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ എനിക്കുള്ളൂ പാസ്റ്ററിന്റെ കൂടെ. പാസ്റ്ററെ, കേരളം ഉണ്ടായത് പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് എന്നുള്ളത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? വിശ്വസിക്കുന്നുണ്ട് ഞാൻ. അത് കാരണം അത് കേരള ഉൽപ്പത്തിയുടെ ഐതിഹ്യമാണ്. എല്ലാ ക്രിസ്തുമസിനും സാന്താക്ലോസ് വരുമെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. കാരണം അത് നമ്മുടെ കാൽപ്പനികതയില് അത് നല്ല തണല് പരത്തുന്ന ഒന്നാണ്. നമ്മുടെ കാൽപ്പനികത എന്ന് പറയുമ്പോൾ അത് നിലാവാണ്. അത് നട്ടുച്ച പോലെ ആയിക്കഴിഞ്ഞാൽ അത് അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെടും. നട്ടുച്ച വെയിൽ ഇങ്ങനെ നിൽക്കുന്ന അല്ല, നിലാവത്ത് സ്വർണ്ണ ഇലയുള്ള വെള്ളി മരങ്ങളൊക്കെ നിൽക്കുന്ന പാട്ട് പാടുന്ന പക്ഷികൾ, അതാണ് കാൽപ്പനികത ഭാവം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പരുക്കനായി വെറും അരസികന്മാരായി മാറുന്നത് അല്ലെ. നമ്മള് കേരളത്തിന് ഉൽപ്പത്തി എത്ര കാവ്യാത്മകമായ ഒരു ഭാവനയാണ്. പരശുരാമൻ മഴ എറിഞ്ഞ് കേരളമാണ്. അതൊക്കെ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു കവി ഹൃദയമൊക്കെ ഉണ്ടാകുന്നത്, കവി ഭാവന ഉണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനായ വയലാർ രാമവർമ്മ എത്രയോ ആർദ്രമായ ഭാവനാസമ്പന്നമായ രചനയാണ് നടത്തിയത്. അപ്പൊ അദ്ദേഹം ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ എങ്ങനെയാ കവിതയൊക്കെ എഴുതിയത്? സഹോദരൻ, നമ്മുടെ മനുഷ്യന്റെ ജീവിതം ഒരു ചെറിയ ജീവിതമാണ്. അപ്പൊ ഇതിനകത്ത് കാമിനി നിൻ ചൊടിയിൽ നിന്ന് തേൻ കണങ്ങൾ അടർന്നു വീഴുന്നു എന്നൊക്കെ പറഞ്ഞ, അപ്പൊ അത് സ്നേഹവും ആരാധനയും. അപ്പൊ അവന്റെ പ്രിയതമയുടെ ചുണ്ടിൽ തേൻ കണമാണ്, തുപ്പലാണെന്ന് എടാ പൊട്ട, അത് ഉമിനീരല്ലേടാ, അതിന്റെ ശാസ്ത്രീയ നാമം ഇന്നതല്ലേടാ, അതിന്റെ ഘടകങ്ങൾ ഇന്നതല്ലേടാ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം കോഞ്ഞാട്ടിയായി പോകും. പിന്നെ തൂങ്ങിച്ചാകാനോ അല്ല വിഷം കുടിക്കാനോ ഒക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മധു കുറെ കൂടെ കാവ്യാത്മകമായിട്ടൊക്കെ ചിന്തിക്കണം. ഒരു ആർദ്ര ഹൃദയമൊക്കെ ഉണ്ട്. ഒരു കവികൃത ഉണ്ടാകട്ടെ, മധുവിലൊരു കവികൃത ഉണ്ടാ. എല്ലാവരും കൈ കോർത്ത് പിടിച്ച് സ്വോത്രം ചെയ്താട്ടെ. സ്വോത്രം 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 സ്വോത്രം. ഓക്കെ, വണ്ടർഫുൾ ആൻസർ ഷിബു പാസ്റ്റർ. ഞാൻ നിർത്തി, ഹരിയിലോട്ട് പോട്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഗീത എന്ന് പറയുന്നത്, ഭഗവത്ഗീത എന്ന് പറയുന്ന ഏറ്റവും മ്ലേച്ഛമായ രീതിയിലുള്ള ഒരു ഗ്രന്ഥം. പ്രത്യേകിച്ച് നിരപരാധികളായ ഒരു കൂട്ടം ആളുകളെ കൊല്ലുവാൻ വേണ്ടി ഒരു ദൈവം തന്നെ ഇറങ്ങി വന്ന് പ്രേരിപ്പിക്കുക. എനിക്ക് തോന്നുന്നത് യഹോവയ്ക്കൊപ്പം ക്രൂരത ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുകയാണ്. അതിൽ തന്നെ ചാതുർവർണ്ണയമായ സൃഷ്ടം ഗുണകർമ്മ വിഭാഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന്റെ പശ്ചാത്തലം തന്നെ ആരുടെയൊക്കെയോ സന്തതികളായി ജനിച്ചു വന്ന ഒരുപറ്റം ആളുകൾക്ക് വേണ്ടി സ്വന്തം പിതാവിന്റെ സ്വത്തുക്കളിൽ ഭരിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് മുമ്പിൽ അവരെ കൊന്നുകൊണ്ട് ആ സ്വത്ത് കൈക്കലാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ആളുകൾക്ക് പിന്തുണ നൽകുന്ന ഒരു ദൈവം എന്നുള്ള സങ്കല്പമാണ്. അത് അവിടെ ഗീതയിലെ ഉത്തരങ്ങളല്ല, അർജുനന്റെ ചോദ്യമാണ് ശരിയെന്ന് പിന്നീട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ള അപ്പം ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് മനസ്സിലാക്കുന്നു. ആധുനിക ലോകത്തിന് ഒട്ടും ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ അക്രമങ്ങളിലൂടെ മാത്രം ഒരു ദൈവം ഇല്ലെങ്കിൽ ഞാൻ ഇവരെ എല്ലാം കൊന്നു നിർത്തിയിരിക്കുകയാണ്, നീ വീശിയാൽ മതി എന്ന് പറയുന്ന ആ കൊല്ലട എന്നുള്ള ഒരു പ്രേരണ നടക്കുന്ന ഒരു ഗ്രന്ഥം എങ്ങനെയാണ് അതിന് ഏത് ഭാഗമാണ് ശിവചാരി ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്?
അതാണ് ഞാൻ പറഞ്ഞപ്പോ ശ്രദ്ധിച്ചില്ല. ഞാനത് 70% എന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ ആ സഹോദരി ചോദിച്ചപ്പം ഞാൻ 70% ഓഫ് ഗീത എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ ആസിറ്റീസ് അതിനെ മുഴുവനായിട്ടും ഉൾക്കൊള്ളണമെന്നല്ല പറഞ്ഞു. അപ്പൊ വിമർശനങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അതിനകത്ത് അനേക പാസേജുകള് ഹൈലി ഫിലോസഫിക്കലായിട്ട് വളരെ എൻലൈറ്റൻഡ് ആയിട്ടുള്ള പാസേജസ് ഉണ്ട്. അത് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ, ഇപ്പൊ ചക്കപ്പഴം, ഈ പ്ലാവൽ എനിക്ക് ചക്ക ഇഷ്ടമാണ് എന്ന് ഹരിപ്പാസ്റ്റർ പറയാണ്. അന്നേരം ഞാൻ ഹരിപ്പാസ്റ്റർ പറയാ, ഈ മുള്ളുള്ള ഈ കോപ്പാണോടാ നിനക്കിഷ്ടം, ഈ മുള്ളാണോ നിന്റെ അണ്ണാക്കിലോട്ട് കയറ്റണ്ടേ? അടാ ഇത് കണ്ടില്ല, അതിന്റെ പുറം മുഴുവൻ മുള്ളാണ്. ഈ പൊതറൻ സാധനം എങ്ങനെ വായിലൂടെ കയറ്റി വിടുവടാ? അത് വെട്ടണം. അയ്യേ അരക്കല്ലേ, ഇത് കൂഞ്ഞിലല്ലേ, ഇത് മുഴുവൻ ചകിടിയാണല്ലോ, ഇതെന്നാ മായ കോയ കിടക്കുന്നു. അതിനിടെ കൂഞ്ഞില് അത് പാടാ കുരു. ഞാൻ ആ ചൊളയെ പറ്റിയാ പറഞ്ഞു. വളരെ മധുരമുള്ള തേൻവരിക്കയാണ്. അതാണ് ഞാൻ ഭഗവത്ഗീത കണ്ടത്. ഞാനല്ലാതെ ഈ ചക്ക അതേപടി എന്റെ അണ്ണാക്കി കൂടെ കയറ്റി വിടാനെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ആരോടും നിർദ്ദേശിച്ചിട്ടുമില്ല. ചൊളയുണ്ട്, ചൊള. ആ ചൊള കണ്ടെടുക്കണം. ഭഗവത്ഗീതക്കകത്ത് നല്ല മധുരമുള്ള ചൊളയുണ്ട്. ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് ഉറച്ചു നിൽക്കും, ഒരു വ്യത്യാസവും. താങ്ക് യു ഹരിച്ചേട്ടാ. അടുത്ത ജോജേട്ടാണ്.